ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പഞ്ചാബിൻ്റെ പാകിസ്ഥാൻ ബോർഡറിൽ നിന്നും പഞ്ചാബിൽ നിന്നും എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായം, എസ്തേർ 1-15 വാക്യം. ഷണ്ണന്മാർ മുഖാന്തരം അഹശ്വേരോശ് രാജാവ് അയച്ച കൽപ്പന വസ്തി റാജ്ഞി അനുസരിക്കായക കൊണ്ട് രാജ്യധർമ്മപ്രകാരം അവളോട് ചെയ്യേണ്ടത് എന്ത് എന്ന് ചോദിച്ചു. നമുക്കെല്ലാം സുപരിചിതമായ വചനഭാഗമാണ് എസ്തേറിൻ്റെ പുസ്തകം, അതിൻ്റെ 1-15 വാക്യം. ഇവിടെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു, ഈ ഭാഗം അഹശ്വേരോശ് രാജാവ് ഒരു ഉപദേശം ചോദിക്കുകയാണ്. അതിൻ്റെ കാരണം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. വസ്തി രാജ്ഞി കൽപ്പന, രാജാവ് അയച്ച അഹശ്വേരോശ് രാജാവ് അയച്ച കൽപ്പന വസ്തി രാജ്ഞി അനുസരിക്കായക കൊണ്ട് രാജ്യധർമ്മപ്രകാരം അവളോട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഒരു 127 നമുക്കെല്ലാം സുപരിചിതമായ വേദഭാഗമാണല്ലോ. കാരണം ഈ വചനഭാഗം വായിച്ചപ്പോൾ പരിശുദ്ധമായ വ്യക്തതയോട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 127 പ്രവിശ്യകളിൽ, പ്രോവിൻസിൽ രാജ്യഭരണം നടത്തുന്ന, ഇന്ത്യ മുതൽ കൂശ് വരെ രാജ്യം ഭരിക്കുന്നതായ ഈ രാജാവ്, വളരെ പ്രബലതയോടെ രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ റാണി പദത്തിലേക്ക് വരുവാനുള്ളൊരു ഭാഗ്യ പദവി വസ്തിക്ക് ലഭിച്ചു. എന്നാൽ രാജാവ് അയച്ച, ഇവിടെ വ്യക്തതയിൽ എഴുതിയിരിക്കുന്നു, അഹശ്വേരോശ് രാജാവ് അയച്ച കൽപ്പന വസ്തി രാജ്ഞി അനുസരിക്കാത്തത് കൊണ്ട് നീതി പ്രകാരം അല്ലെങ്കിൽ രാജ്യധർമ്മപ്രകാരം അവളോട് ചെയ്യേണ്ടത് എന്ത്? ഒരു മനുഷ്യനായ, ഒരു വെറും മനുഷ്യനായ രാജാവ്, നമ്മുടേതാണ് നമ്മുടെ യേശുക്രിസ്തു രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. എന്നാൽ ഇത് വെറും ഒരു മനുഷ്യനായ ഒരു രാജാവ് ഒരു കൽപ്പന, ഒരു റാണി, തൻ്റെ ഭാര്യയായിരിക്കുന്ന റാണി ഒരു കൽപ്പന അനുസരിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമാണ്, ആ കൽപ്പന അനുസരിക്കാത്തത് കൊണ്ട് അവളോട് എന്താണ് ചെയ്യേണ്ടുന്നത്? അത് എന്തുകൊണ്ട്? നീതിപ്രകാരം, രാജ്യധർമ്മപ്രകാരം അവളോട് എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ 19-ാം വാക്യത്തിൽ പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 19-ാം വാക്യം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് 19 ഇവിടെ പറഞ്ഞിരിക്കുന്നു, രാജാവിന് സമ്മതമെങ്കിൽ വസ്തി ഇനി അഹശ്വേരോശ് രാജാവിൻ്റെ സന്നിധിയിൽ വരരുത് എന്ന് തിരുമുൻപിൽ ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുകയും അത് മാറ്റിക്കൂടാതെ വണ്ണം പാർസിയുടെയും മേധിയുടെയും രാജ്യധർമ്മത്തിൽ എഴുതിക്കുകയും രാജാവ് അവളോട് രാജ്ഞി സ്ഥാനം അവളേക്കാൾ നല്ലവളായ മറ്റൊരുത്തിക്ക് കൊടുക്കുകയും വേണം. അപ്പോൾ അവരെ തീരുമാനം നോക്കണം. ഒരു വെറും രാജാവായിരിക്കുന്ന അഹശ്വേരോശ്, ഒരു മനുഷ്യനായിരിക്കുന്ന, ദൈവത്താൽ നിയുക്തനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു കൽപ്പന റാണി അനുസരിക്കാതെ വന്നപ്പോൾ എടുത്ത തീരുമാനം എന്താണ്? ആ തീരുമാനമാണ് നമ്മളിവിടെ 19-ാം വാക്യത്തിൽ റാണിയുടെ സ്ഥാനം, ആ പദവിയിൽ നിന്നും അവളെ മാറ്റിക്കളയുക എന്നുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മുടെ രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശുക്രിസ്തു നമ്മോട് ഓരോ നിമിഷവും കൽപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്, കൽപ്പനകൾ. വചനത്തിലൂടെ നമ്മളെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ വായിക്കുമ്പോൾ, വളരെ ശാന്തമായി നമ്മളതിനെ ധ്യാനിക്കുമ്പോൾ അനേക കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നമ്മോട് സംസാരിക്കുന്ന അനേക വചനഭാഗമുണ്ട്. അതുകൂടാതെ ഓരോ നിമിഷവും നാം ദൈവസന്നിധി മുട്ടുമടക്കുമ്പോൾ, ദൈവസന്നിധി കരങ്ങൾ ഉയർത്തുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന ദൈവ ശബ്ദമുണ്ട്. ദൈവം നമ്മുടെ പരിതസ്ഥിതി നോക്കിയല്ല ഒരിക്കലും ദൈവം സംസാരിക്കുന്നത്, നമ്മുടെ സാഹചര്യം നോക്കിയല്ല ദൈവം സംസാരിക്കുന്നത്. ദൈവം എപ്പോഴും സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കുവാൻ താല്പര്യമില്ലാത്ത ദൈവം, ആ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വത്തിനായി നമ്മിലൂടെ, മാധ്യമമായിരിക്കുന്ന നമ്മിലൂടെ ചിലത് ചെയ്യുവാനായി ദൈവം കൽപ്പിക്കുന്ന കൽപ്പനകളുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ആ രാജാവ് റാണി പദവിയിൽ നിന്നും ആ വസ്തി റാണിയെ മാറ്റി അവളുടെ സ്ഥാനത്ത് അവളെക്കാളും നല്ലവളായ ഒരുത്തിയെ, അല്ലെങ്കിൽ ആ റീപ്ലേസ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലാണെങ്കിലും നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു,
12 ശിഷ്യന്മാർ രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിനെ ഒറ്റിക്കൊടുത്തു. ഒരുവൻ ദൈവഹിതത്തിന് വിരോധമായി, ദൈവ പദ്ധതിക്ക് വിരോധമായി മാറിയപ്പോൾ അവൻ്റെ സ്ഥാനത്ത്, യൂദാ ഇസ്കര്യോത്തിന്റെ സ്ഥാനത്ത് ഒരു മത്തിയാസിനെ, ആ റീപ്ലേസ്മെന്റ്, പരിശുദ്ധാത്മാവ് മത്തിയാസിനെ സ്ഥാപിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതുപോലെ ഈ ദൈവത്തിന്റെ വചനത്തിൽ നാം ദൈവത്തിന്റെ കൽപ്പന വളരെ ഭയത്തോടെ, ദൈവവചനം പറയുന്നു നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ വിറയലോടെ ദിവസത്തെ കഴിച്ചുകൂടണം. ഓരോ നിമിഷവും വളരെ ഭയത്തോടെ ദൈവം എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുവാൻ തക്കവണ്ണം. കാരണം എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നും അനേക അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അനുഭവത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഓരോ ദിവസവും ദൈവം എന്ത് ഓരോ നിമിഷവും പറയുന്നത് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മുടെ ചിന്താഗതിയിൽ അല്ലെങ്കിൽ നമ്മുടെ തീരുമാനത്തിൽ ചില സ്റ്റെപ്പ് എടുത്ത് വെച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പൗലോസിനെ വിലക്കുന്നത് പോലെ പല ഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് അത് വിലക്കി. എന്നാൽ അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി, ദൈവമഹത്വത്തിനായി അനേക ആത്മാക്കളുടെ വിടുതലാണ്. ഇവിടെ ഈ പാകിസ്ഥാന്റെ ബോർഡറിലായിരിക്കുമ്പോൾ ഇവിടെ അനേക ആത്മാക്കൾ, ഇവിടെ മാത്രമല്ല വടക്കേന്ത്യ മുഴുവനും പല സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുവാൻ, പലയിടങ്ങളിൽ കടന്നു പോകുവാൻ, അതുപോലെ പല ഇടങ്ങളിൽ കർത്താവിൻ്റെ അപ്രവൃത്തി കാണുവാൻ, ദൈവ സാന്നിധ്യം കാണുവാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിലെ കാട്ടുപ്രദേശത്ത് കടന്നുപോയിടത്ത് പോലും അവിടെയുള്ള ദൈവദാസൻ മിക്കവാറും വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, സിസ്റ്ററെ നിങ്ങൾ വന്ന ശേഷം ഒരു വലിയ ഉണർവാണ് ആ ദേശത്ത്, വലിയ ഉണർവിൻ്റെ ഒരു കൊടുങ്കാറ്റാണ്. കാട്ടുമനുഷ്യർ ഉണർന്നു, അനേകർ ഉണർന്നു. സകല ഇടങ്ങളിലും, ഇവിടെയാണെങ്കിലും മയക്കുമരുന്നിന് അടിമപ്പെട്ട്, മദ്യപാനത്തിന് അടിമപ്പെട്ട്, പാപ വഴികളിൽ, അശുദ്ധ ജീവിതത്തിൽ വേശ്യമാരായി ജീവിച്ചവർ, അതുപോലെ മയക്കുമരുന്നിന് അടിമപ്പെട്ട സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാം ഒന്നൊന്നായി വിടുവിക്കപ്പെട്ട് അവർ ഓരോരുത്തരായി ദിവസത്തെ മുട്ടുമടക്കുകയാണ്. ഓരോരുത്തരായി ഒരു മനുഷ്യന്റെ കൽപ്പനയാലല്ല, മറിച്ച് ദൈവത്തിന്റെ ശബ്ദത്താൽ അവർ മുട്ടുമടക്കുവാൻ, ദൈവത്തിന്റെ മുഴങ്കാൽ മടക്കുവാൻ ദൈവസന്നിധിയിൽ അവർ തീരുമാനമെടുത്ത്. യേശുവിനെ അറിയാത്തവരായിരുന്നു അവർ. യേശു എന്ന് പറയുന്നത് എന്തെന്നറിയാതെ, യേശു ആരെന്നറിയാതെ ഇന്നും ഇതുപോലെ അനേകർ യേശു ക്രിസ്തുവിനെ ഓരോ ദിവസവും പുതിയ ജീവിതങ്ങൾ ക്രിസ്തുവിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അനേകം മദ്യപാന്മാർ മദ്യപാനം വിട്ട് മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ റിഹാബിലേഷൻ സെന്ററിലെല്ലാം കൊണ്ടുപോയിടുന്ന കാഴ്ചകളുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ അവർ ശുദ്ധീകരിക്കപ്പെടുന്നു, യേശുവിന്റെ സാന്നിധ്യത്തിൽ അവർ വിടുവിക്കപ്പെടുന്നു. ഒരു റീഹാബിലേഷൻ സെന്റർ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നാം ദൈവസന്നിധിയിൽ ദൈവത്തിനൊന്നും അസാധ്യമായില്ല എന്ന് ജീവിതത്തിന്റെ അനേക അനുഭവങ്ങളാണ്. കാരണം ഒരു വലിയ കൂട്ടം മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമപ്പെട്ടവരെ കൂട്ടം അവർ വിടുവിക്കപ്പെട്ട് അവർ ശുദ്ധരായി തീർന്ന് അവരതിൽ തൃപ്തിപ്പെടുകയില്ല, മറിച്ച് മറ്റുള്ളവരെ ഈ സ്നേഹത്തിലേക്ക്, മറ്റുള്ളവരെ തങ്ങളുടെ സാക്ഷ്യം പറയുവാൻ, മറ്റുള്ളവരോട് ഈ സുവിശേഷം പറയുവാൻ, തങ്ങളെ രക്ഷിച്ച യേശുവിനെ കുറിച്ച് പറയുവാൻ അവർ പ്രാഗൽഭ്യത്തോടെ അവർ പുറത്തിറങ്ങി പോവുകയാണ്. അവർ പഠിത്തമുണ്ടായിട്ടല്ല, വിദ്യാഭ്യാസമില്ല, അവർക്ക് എഴുതുവാൻ അറിയില്ല, വായിക്കുവാൻ അറിയില്ല, പക്ഷേ അവരുടെ അനുഭവമുണ്ട്. പത്രോസും യോഹന്നാനും അവർ പ്രസംഗിച്ചപ്പോൾ അവരുടെ ബുദ്ധിയും ജ്ഞാനവും അത് എവിടെ നിന്ന് അത്ഭുതപ്പെട്ട ഒരു കൂട്ടം ജനമുണ്ട്. ഇതുപോലെ അത്ഭുതപ്പെടുന്ന ഒരു വലിയ കൂട്ടം അവരുടെ ജീവിതത്തിൻ്റെ ഉന്നതന്മാരോട് സുവിശേഷം പറയുവാൻ, അല്ലെങ്കിൽ ഉന്നതന്മാരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ പല വിലക്കുകളുള്ള ഈ വടക്കേന്ത്യയിൽ, പല പ്രതികൂലങ്ങളുള്ള ഈ സാഹചര്യത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചതിൽ നാം തൃപ്തിപ്പെടുവാനല്ല, നമുക്ക് ദൈവം രക്ഷ തന്നു. ആ രക്ഷയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. 12-ാം വയസ്സിൽ ഞാൻ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാകർത്താമായി സ്വീകരിക്കുവാൻ, എൻ്റെ 15-ാം വയസ്സിൽ ഞാൻ സ്നാനപ്പെടുവാൻ, 16-ാം വയസ്സിൽ പരിശുദ്ധാത്മാവിഷം പ്രാപിക്കുവാൻ, അതിലുപരിയായി 12-ാം വയസ്സ് മുതൽ ഞാൻ അറിഞ്ഞ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം ഇന്നും ഞങ്ങളുടെ ഭവനങ്ങളിൽ ഓരോരുത്തരെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോരുത്തർ കടന്നു വരുമ്പോൾ ഒരേ ഒരു ചോദ്യമാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവോ, നിങ്ങൾ യേശുവിനെ അറിഞ്ഞുവോ, നിങ്ങൾ യേശുവിനെ യഥാർത്ഥമായി. കാരണം നിത്യതയെക്കുറിച്ച് പറയാതെ ഒരു വ്യക്തിയെ മടക്കി വിടുന്ന ഒരു കാര്യമില്ല. അവർ യേശുവിനെ അറിഞ്ഞിട്ടുണ്ടോ, യഥാർത്ഥമായും അവർ യേശു ആരെന്ന്, അല്ലെങ്കിൽ എന്താണ് രക്ഷയുടെ അനുഭവം. കാരണം നമ്മെ ഏൽപ്പിച്ചൊരു കാര്യമുണ്ട്, നമ്മളുള്ള കൽപ്പന. ഈ വസ്തി രാജ്ഞി രാജാവ് പറഞ്ഞ ഒരു കൽപ്പന ലംഘിച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് മറ്റൊരു വ്യക്തിയെ, നല്ലവളായ മറ്റൊരു വ്യക്തിയെ നിയമിക്കുവാൻ ഇടയെ തീർന്നു. ഇതുപോലെ കർത്താവിൻ്റെ കൽപ്പനയാണ് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ നമ്മൾ 18 മുതൽ 20 വരെ വായിക്കുമ്പോൾ ആ ഗ്രേറ്റ് കമ്മീഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നാം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ വ്യക്തതയോടെ യേശു ചെയ്ത് പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. യേശു ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്തു. അത് ശിഷ്യന്മാരും അതുപോലെ അപ്പോസ്തലരുമായിരിക്കുന്ന അവർ ചെയ്തുകൊണ്ട് ജീവിതം
ജീവിതത്തിലൂടെ കാണിച്ച് പഠിപ്പിക്കുവാൻ ഇടയിൽ തീർന്നു. ഇന്ന് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നാം പ്രായോഗികമായി നാം ചെയ്ത് യേശു ആരെന്ന്, നമ്മുടെ ലൈഫാണ്, നമ്മുടെ ജീവിതമാണ് മറ്റുള്ളവർ കണ്ട് യേശു ചെയ്തത് ചെയ്തുകൊണ്ട് യേശു പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കുവാൻ നാം അത് യേശു പഠിപ്പിച്ചത് അങ്ങനെ യേശു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. തികഞ്ഞ അനുസരണത്തോടെ ദൈവം എന്ത് കൽപ്പിച്ചാലും എന്ത് പറഞ്ഞാലും അവിടെ നമ്മൾ അനുസരിക്കുവാൻ തക്കവണ്ണം. കാരണം അവിടെയാണ് ഒരു വലിയ ദൈവപ്രവൃത്തി. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവത്തിലും ഞാൻ ഉപവാസത്തെക്കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പല ദിവസങ്ങളിലുള്ള ഉപവാസങ്ങൾ, പ്രാർത്ഥനകൾ, അതുപോലെ പല സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് നിയോഗിച്ചു വിടുന്ന കാര്യങ്ങളുണ്ട്. ചില തെരുവീതികളിലേക്ക് കൊറോണ സമയത്ത് എല്ലാവരും വാതിലുകൾ അടച്ച്, കൊറോണയെ പേടിച്ച്, ആ പാൻഡമിക്കിനെ പേടിച്ച് വാതിലുകൾ അടച്ചിരുന്നപ്പോൾ ഞങ്ങൾ കുടുംബമായി സ്ട്രീറ്റുകളിലേക്ക്, തെരുവീതികളിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഭിക്ഷക്കാരുടെ അടുക്കിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. എല്ലാവരും ആരെയും തൊടുവാൻ തക്കവണ്ണം ഇടയാകാതെ സ്വയം സൂക്ഷിച്ചുകൊണ്ട്, അത് കൊറോണ പകരുമെന്നുള്ളത് കൊണ്ട്, പക്ഷെ അവരെ ആ സമയങ്ങളിൽ കെട്ടിപ്പിടിക്കുവാൻ, അവരെ നമ്മളോട് ചേർത്ത് നിൽക്കുവാൻ, നമ്മുടെ ഭക്ഷണം അവർക്കുമായി പങ്കുവെക്കുവാൻ ദൈവജനത്തെ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവർക്ക് വിശന്നു, അവർക്ക് കൊടുക്കുവാൻ, അവർക്ക് ദാഹിച്ചു, അവർക്ക് കുടിക്കുവാൻ കൊടുക്കുവാൻ, അവർ നഗ്നരായിരുന്നു, അവരെ ഉടുപ്പിക്കുവാൻ തക്കവണ്ണം, അവർക്ക് ആരുമില്ലായിരുന്നു, അവരെ ചേർത്ത് കൊള്ളുവാൻ തക്കവണ്ണം, അവർക്ക് താമസിക്കുവാൻ, അവർ ഹോംലെസ് ആയിരുന്നു, അവർക്ക് താമസിക്കുവാൻ ഒന്നുമില്ല, റോഡിൽ കിടന്നു ഉറങ്ങുന്നവർക്ക് അവർക്കൊരു ഷെൽട്ടറായി തീരുവാൻ, ഷെൽട്ടർ കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് സകലത്തിനും കഴിയും. നാം തയ്യാറാണെങ്കിൽ നമ്മെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവസ്ഥയെ ഒരു കൽപ്പന തിരസ്കരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആ സ്ഥാനത്തേക്ക് മറ്റൊരു വ്യക്തിയാക്കി. നാം ദൈവം പറയുന്നത് പലപ്പോഴും നാം തിരസ്കരിക്കുന്നുവെങ്കിൽ, നാം സാഹചര്യം നോക്കി, അവസ്ഥകൾ നോക്കി നാം തിരസ്കരിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് നാം കീഴ്പ്പെടുന്നില്ല എങ്കിൽ ആ സ്ഥാനത്തേക്ക് മറ്റൊരു വ്യക്തിയെ, യൂദാ ഇസ്കരിയോത്തിനെ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചാണ് 12 ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുത്തത്. ശിഷ്യരും വിശ്വാസികളും തമ്മിൽ വളരെ അന്തരമുണ്ട്. ഒരു വിശ്വാസിക്ക് ശിഷ്യനായിരിക്കുവാൻ സാധ്യമല്ല. ശിഷ്യൻ എന്ന് പറയുന്നത് വളരെ അനുസരണമുള്ള, അല്ലെങ്കിൽ വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള, വളരെ അച്ചടക്കമുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് ദൈവമായിട്ട് പറ്റിച്ചേർന്ന്. ദൈവം എന്ത് പറഞ്ഞാലും അതുപോലെ ആ യജമാനന്റെ കാൽ ചുവട് തന്നെ പിന്തുടർന്ന് നടക്കുന്ന ഒരു ശിഷ്യത്വമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ശിഷ്യത്വത്തിലേക്കാണ് ദൈവം വിളിക്കുന്നത്. അവൻ എന്തു പറഞ്ഞാലും അവൻ നടക്കുന്നിടത്ത് നടക്കുവാൻ, അവൻ ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ, അവൻ ചെയ്തതുപോലെ ചെയ്യുവാൻ, അവൻ കൽപ്പിക്കുന്നത് പോലെ അത് അനുസരിച്ച് അതുപോലെ ചെയ്യുവാൻ, നിവർത്തീകരിക്കുവാൻ തക്ക വേണം വിളിക്കപ്പെട്ടവരാണ് ശിഷ്യരെന്ന് പറയുന്നത്. ആ ശിഷ്യന്മാരിൽ നിന്നാണ് ദൈവം ആ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് അയക്കുവാൻ തക്ക വേണം, പല സ്ഥലങ്ങളിലേക്ക് അയക്കുവാൻ ദൈവം ഇന്നും നോക്കിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളായി മാത്രം, വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസികളായി മാത്രം. അന്ത്യകാലത്ത് വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസം കുറഞ്ഞു പോകുമ്പോൾ, ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നാം ദൈവവുമായിട്ടുള്ള സ്നേഹം, വെളിപ്പാട് പുസ്തകത്തിൽ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയ സഭയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായി അറിയാം. നമ്മുടെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ സ്നേഹം ദൃഢതയോടെ ആയിരിക്കുവാൻ, അവൻ എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുവാൻ, അവൻ കൽപ്പിക്കുന്നത് നാം ചെയ്യാതിരുന്നാൽ, നമുക്ക് പഴയ നിയമത്തിൽ എസ്തറിന്റെ പുസ്തകത്തിൽ ഒരു രാജാവ് രാജ്ഞി സ്ഥാനത്ത് നിന്ന്, പദവിയിൽ നിന്നും ആ ഒരു റാണിയെ നീക്കിയെങ്കിൽ, ദൈവം രാജാവായിരിക്കുന്ന ദൈവം അവൻ കൽപ്പിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്യാതിരുന്നാൽ, നമ്മുടെ സ്ഥാനം, നാം ഏത് സ്ഥാനത്താണ് ഇപ്പോൾ ആയിരിക്കുന്നത്, ആ പുത്രത്വത്തിന്റെ സ്ഥാനം, അല്ലെങ്കിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന വിളി, ദൈവം നമ്മെ വെച്ചിരിക്കുന്ന തിരഞ്ഞെടുപ്പുണ്ട്, ആ തിരഞ്ഞെടുപ്പിൽ നിന്നും ദൈവം മാറ്റി മറ്റൊരു വ്യക്തി ആ സ്ഥാനത്ത് ദൈവം റീപ്ലേസ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവാസകാലത്ത് വളരെ ഭയത്തോടെ, അതിന് ഒരു ഉദാഹരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നു. മത്തായി സുവിശേഷം അതിൻ്റെ 25-ാം അധ്യായത്തിലേക്ക് നാം പോകുമ്പോൾ നമുക്ക് വ്യക്തതയോടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗമുണ്ട്. യേശു ക്രിസ്തു 10 കന്യകമാരെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ടല്ലോ, നമുക്കെല്ലാം സുപരിചിതമായ ഭാഗമാണ്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് വ്യക്തതയോടെ കാണാൻ സാധിക്കുന്നു 10 കന്യകമാരെ കുറിച്ച്. എന്നാൽ 10 കന്യകമാരെ കുറിച്ച് നാം കാണുമ്പോൾ തന്നെ അവിടെ കാണുവാൻ സാധിക്കുന്ന കാര്യമുണ്ട്. 10 കന്യകമാർക്ക് 10
10 പേർക്കും മണവാട്ടി, 10 പേരെയും കന്യകമാരാണ്, മണവാട്ടികളാണ്. 10 പേർക്കും മണവാട്ടികളുടെ വസ്ത്രമുണ്ട്, രക്ഷയുടെ വസ്ത്രമുണ്ട്, രക്ഷിക്കപ്പെട്ടവരാണ്. സഭയെയാണ് ഇത് വ്യക്തതയോടെ കാണിക്കുന്നത്. സഭയാണ് സഭയുടെ അകത്ത്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവുമായി ഏകീഭവിച്ചു എന്ന് വിശ്വസിക്കുന്ന, ഏകീഭവിച്ചു എന്ന് അനുഭവമുള്ള സഭയുടെ അകത്ത് രക്ഷയുടെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യമാർക്ക് സദൃശ്യം ആകും. വിളക്ക് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 119 സങ്കീർത്തനം 105 വാക്യത്തിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ കാലിന് ദീപം, നമ്മുടെ പ്രാതയ്ക്ക് പ്രകാശമായിരിക്കുന്നു. ആ ദൈവവചനം, ആ വചനമാകുന്നവൻ യേശു ക്രിസ്തു, ആ വചനമാകുന്നവനാണ് ദൈവം. നമുക്ക് ഗ്രീക്ക് ഭാഷയും കാണാൻ സാധിക്കുന്നു. വചനം എന്ന് പറയുന്നത് ദൈവം, നമുക്ക് ലോഗോസ്, ആ വചനമാകുന്നവൻ, അവൻ പറയുന്ന ശബ്ദം, ആ റേമ, ആ പറയുന്ന ശബ്ദം, അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആ ശബ്ദം, അത് പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ആ റേമയായിരിക്കുന്ന, അല്ലെങ്കിൽ ആ വചനമാകുന്നവൻ, ആ ലോഗോസ് ആയിരിക്കുന്ന യേശു ക്രിസ്തു, നമുക്ക് കാണാൻ സാധിക്കുന്നു. അവൻ ആ 10 കന്യകമാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ കയ്യിൽ എന്താ മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട, വിളക്കുണ്ട്. 10 പേരുടെ കയ്യിലും വചനമുണ്ട്. വചനം അറിയാത്തവരല്ല, വചനമുണ്ട്. എന്നാൽ 5 പേർ വചനത്തെ പ്രമാണിക്കുന്നവർ, 5 പേർ വചനത്തെ അനുസരിക്കുന്നവർ, 5 പേർ മണവാളൻ എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുവാൻ, മണവാളൻ കൽപ്പിച്ച കാര്യങ്ങളാണ് നമ്മുടെ മണവാളനെ യേശു ക്രിസ്തു കൽപ്പിച്ചത്. ഇങ്ങനെ നാം ഒരുങ്ങിയിരിക്കണം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അവരുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്ക് എടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന എണ്ണയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, എൻ്റെ ജീവിത അനുഭവത്തിലൂടെ പറയാൻ സാധിക്കുന്നു. അനേക അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഒരു സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധിക്കാത്ത അനേക അനുഭവങ്ങൾ, ആ അനുഭവത്തിലൂടെ ഞാൻ പറയാൻ സാധിക്കുന്നു. ഒന്നുമില്ലാത്ത അവസ്ഥകൾ, സുവിശേഷം നിമിത്തം. എന്തുകൊണ്ടാണ് സുവിശേഷം നിമിത്തം ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ PhD പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൂർണ്ണതയോടെ ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. എന്നാൽ ഒന്നുമില്ലാത്ത അവസ്ഥ, നമ്മുടെ ജീവിതത്തിൽ എണ്ണയെന്ന് കാണിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ കഷ്ടത്തോട് നമുക്ക് പങ്കാളികളായി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, ക്രിസ്തുവിൻ്റെ കഷ്ടത്തോട് പങ്കാളികളായി തീരുമ്പോൾ നമ്മൾ സന്തോഷിക്കുവാനാണ് പറയുന്നത്. പങ്കാളികളായി തീരണം അവൻ്റെ ജീവിതമായി. കാരണം യേശു ക്രൂശിക്കപ്പെട്ട പോലെ ക്രൂശിക്കപ്പെടുവാൻ, യേശു സഹിച്ചതുപോലെ നാം സഹിക്കുവാൻ, നമ്മൾ പാപത്തിന് മരിച്ചും ലോകത്തിന് മരിച്ചും നാം ക്രിസ്തുവിൽ ജീവിച്ചും ക്രിസ്തുവിന്റെ ജീവൻ, അപ്രകാശം ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ ജീവിതം. അങ്ങനെയെങ്കിൽ നമ്മുടെ കയ്യിൽ വിളക്കുണ്ട്, ദൈവവചനമുണ്ട്. എന്നാൽ വചനം നാം പ്രമാണിക്കുന്നുവോ? 5 പേർ ബുദ്ധിയുള്ളവർ, വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള അവർ 5 പേർ അവർ വചനത്തെ പ്രമാണിച്ചു. എന്ത് ദൈവശബ്ദം കേട്ടാലും അത് അനുസരിച്ചു. എസ്തേർ ബുദ്ധിയുള്ളവളായിരുന്നു. ഒരു 5 കന്യകമാരുടെ കാര്യം പറയുമ്പോൾ എസ്തേറിനെ കുറിച്ച് പറയാം. അവൾ ബുദ്ധിയുള്ളവരാണ്. ബുദ്ധി ഇല്ലാത്ത കന്യകമാരുടെ കൂട്ടത്തിൽ നമുക്ക് വസ്തി രാജ്ഞിയെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ബുദ്ധിയില്ല. റാണിയുടെ വസ്ത്രമുണ്ട്, റാണിയുടെ വസ്ത്രം എസ്തേറും ധരിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നു 2 പേർക്കും ആ വസ്ത്രം നൽകപ്പെട്ടു. എന്നാൽ ഒരു വ്യക്തിക്ക് നൽകപ്പെട്ട ആ വസ്ത്രം അത് ബുദ്ധിഹീനത കൊണ്ട്, അല്ലെങ്കിൽ ബുദ്ധിയില്ലായ്മ കൊണ്ട് ആ വസ്ത്രം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകാൻ ഇടയിൽ തീർന്നു. എന്നാൽ ആ റാണിയുടെ വസ്ത്രം, ആ രാജ്ഞിയുടെ വസ്ത്രം എന്നേക്കുമായി വസ്തിക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ രാജ്ഞിയുടെ വസ്ത്രം എന്നേക്കുമായി എസ്തേറിന് ലഭിക്കുവാൻ ഇടയിൽ തീർന്നതിന് കാരണം എസ്തേർ ബുദ്ധിയോടെ, ആ 10 കന്യമാർ ബുദ്ധിയുള്ളവർ, വിളക്കുണ്ടായിരുന്നു. വിളക്കെന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു ദൈവത്തിന്റെ വചനം. ആ വചനമാകുന്ന യേശു ക്രിസ്തു ജീവിതത്തിൽ എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന ഒരവസ്ഥ, എപ്പോഴും യേശു ഉള്ള ഒരവസ്ഥ, യേശു പറയുന്നത് അനുസരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് എന്ത് കൽപ്പിച്ചാലും ചെയ്യുന്ന ഒരവസ്ഥ. എണ്ണയെ കാണി നമ്മുടെ ജീവിതത്തിന്റെ പല അനുഭവങ്ങൾ ഇടുങ്ങിയ വഴിയിലൂടെ കഷ്ടതയുടെ തീച്ചൂളയിലും കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ആ കഷ്ടത നമ്മുടെ പല നിലവാരത്തിലായിരിക്കാം. ഒരുപക്ഷെ മാനസികമായിരിക്കാം, ശാരീരികമായിരിക്കാം, നമ്മുടെ സാമ്പത്തികമായിരിക്കാം, നമ്മുടെ സാമൂഹികമായിരിക്കാം, നമ്മുടെ പല നിലവാരത്തിലുള്ള കഷ്ടതയുടെ തീച്ചൂളകളായിരിക്കാം. എന്നാൽ അതിൻ്റെ അകത്തൂടെ കടന്നു പോകുമ്പോൾ നാം പിറുപിറുക്കാതെ, ഒരു വിത്ത് എങ്ങനെ ഉണക്കപ്പെട്ട്, ഒരു വിത്ത് എങ്ങനെ നല്ലതായി പഴുത്തു, അല്ലെങ്കിൽ നല്ല മെച്ചുറായ വിത്താണ് എണ്ണയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്, നല്ലതായിട്ട് മെച്ചുറായിട്ട്. അത് ആ വിത്ത് ടെൻഡർ ആണെങ്കിൽ ഒരിക്കലും നമ്മൾ എണ്ണയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കില്ല. അത് നല്ലതായി പാകമായി പക്വതയുള്ളതായി തീർന്നു. ആ വിത്ത് പക്വതയുള്ളതായി തീർന്ന ശേഷമാണ് അത് ഉണക്കപ്പെടുകയാണ്. നാം പലപ്പോഴും ചിന്തിക്കും നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായി ഞാൻ വളർന്ന് കർത്താവിനോട് ചേർന്ന് ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു
ഒരു വ്യക്തി പലപ്പോഴും ആ ജീവിതത്തിൽ ഉണക്കപ്പെട്ട അവസ്ഥ, ഉണങ്ങുന്ന അവസ്ഥ, ഉണക്കപ്പെട്ട ഒരവസ്ഥ. ഉണങ്ങലെന്ന് പറയുന്നത് വളരെയധികം അത് കഴിഞ്ഞ് അതിനെ ചതച്ച്, അതിനെ ഉടച്ച്, അതിനെ ആ എണ്ണ എടുക്കുവാൻ തക്ക വേണം അതിനൊരു പ്രോസസ്സിലൂടെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ. പഴയ കാലത്ത് അതിനെ ചതച്ച്, അതിനെ വളരെയധികം ചതച്ച് അങ്ങനെ ആ അവസ്ഥയിലൂടെ കൊണ്ടുപോകുമ്പോൾ ഇന്ന് മില്ലുകളിലൂടെ അത് ചതഞ്ഞരയപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ആ ചതഞ്ഞരയപ്പെടുന്ന അവസ്ഥയിലൂടെ എണ്ണ പുറപ്പെടുന്നു. ആ എണ്ണ എന്തിനാണ്? ആ വിളക്ക് കത്ത് നമ്മിലുള്ള വചനം കത്തിശോഭിക്കുവാൻ, നമ്മിലുള്ള വചനം ആ പ്രായോഗിക നിലവാരത്തിൽ നാം എപ്രകാരമാണ് വചനത്തെ ഏറ്റെടുക്കുന്നത്. കഷ്ടതയുടെ തീച്ചുളയിൽ ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 3 പ്രാവശ്യം ക്യാൻസർ വന്ന സമയത്തും ഞാൻ ആരോടും ആ വിഷയം പറഞ്ഞിട്ടില്ല. ഒരു കഷ്ടതയും ഒരു വേദനയും ആരോടും പറയാതെ, മറിച്ച് എൻ്റെ ആശ്രയം പൂർണ്ണതയോടെ യേശു ക്രിസ്തുവിൽ മാത്രം വെച്ച് ഞാൻ ദൈവസന്നിധിയിൽ അസഹനീയ വേദനയോടെ, ശാരീരികമായ അസഹനീയ വേദനയാണ്. ആ വേദനയിൽ ഞാൻ മുട്ടുന്നേൽ നിന്ന് 3 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് അന്യഭാഷകളിൽ, ഉച്ചത്തിലല്ല, കാരണം അതിന് ശക്തിയില്ല, എന്നാൽ മുട്ടുന്നേൽ നിന്ന് ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് ദൈവത്തിന് അന്യഭാഷയിൽ ആരാധിക്കുന്ന അവസ്ഥയിലാണ് പലപ്പോഴും എൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന കരം ചലിക്കുവാൻ ഇടയായി തീർന്നത്, ദൈവം പൂർണ്ണതമായി സൗഖ്യമാക്കുവാൻ ഇടയായി തീർന്നത്. ദൈവം ഓരോ സമയം മുട്ടുമേലിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ ആലോചനകൾ അറിയുവാൻ, ദൈവ ശബ്ദപ്രകാരം ദൈവം നയിക്കുവാൻ, അതുപോലെ ദൈവത്തിന് ചെയ്യുവാനുള്ള കാര്യം ഈ മാധ്യമത്തിലൂടെ ചെയ്യുവാൻ ദൈവത്തിന് ഇടയായി തീരും. അതുകൊണ്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വിളക്ക് മാത്രമല്ല, എന്നാൽ നമ്മുടെ ജീവിതത്തിലെ എണ്ണയും അതുപോലെ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. ഇവിടെ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് എക്സ്ട്രാ സ്ട്രഗിൾ, നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അതികഠിനമായി മറ്റൊരു വ്യക്തിക്ക്, വിശ്വാസിക്കില്ലാത്ത വേദനയാണ് ശിഷ്യരുടെ ജീവിതത്തിലുള്ളത്. വിശ്വാസികൾ യേശു ക്രിസ്തുവിന്റെ പുറകാലെ അവർ അപ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ സൗഖ്യത്തിന് വേണ്ടി ഓടി നടന്ന ഒരു വലിയ കൂട്ടത്തെ, വിശ്വസിച്ചവരെ ഒരു വലിയ കൂട്ടത്തെ കാണാൻ സാധിക്കും. എന്നാൽ ശിഷ്യരെന്ന് പറയുന്നത് യേശുവിനോട് ചേർന്നിരുന്നു, യേശുവിൽ നിന്ന് പഠിച്ചു, യേശുവിനോട് താമസിച്ചു. അവർ യേശുവിനെ അനുഭവിച്ചവരാണ്. 24/7 അവരുടെ ലൈഫിൽ, അവരുടെ ജീവിതത്തിൽ ആ യേശുവിനെ ഓരോ നിമിഷവും അവർ അനുഭവിച്ചവരാണ്. അവരിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്ത് അയക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഒരു നല്ല കർത്താവിന് വേണ്ടി പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തിന് വേണ്ടി ഏതുമായി തീരുവാൻ തയ്യാറുള്ളവരെ ദൈവം അയക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാമും നമ്മുടെ ജീവിതത്തിൽ ഒരു തയ്യാറെടുപ്പ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന മണവാളൻ താമസിക്കുന്നു എന്ന് വിചാരിച്ച് എല്ലാവരും മയക്കം പിടിച്ച് എല്ലാവരും പിന്നെ മണവാളൻ താമസിക്കുന്നു എന്ന് വെച്ച് എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. ഇവിടെ കഴിയുന്ന 10 പേര് മയക്കം പിടിച്ച് ഉറങ്ങി. എന്നാൽ 10 പേര് മയക്കം പിടിച്ച് ഉറങ്ങിയ സമയത്ത് അർദ്ധരാത്രിയും മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്കും തരുവിനെന്ന് പറഞ്ഞു. കെട്ടുപോകുന്നത് കൊണ്ട് അവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നു, അവരുടെ വിളക്ക് മങ്ങി വരികയാണ്. അവരുടെ ജീവിതത്തിന്റെ വചനത്തിന്റെ പ്രകാശം കുറഞ്ഞു വരുന്നു. വചനം അനുസരിക്കാത്തവരുടെ ജീവിതത്തിൽ വചനത്തിന്റെ പ്രകാശം കുറഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ മങ്ങി പോവുകയാണ്. മറ്റുള്ളവരോട് കടം ചോദിക്കുകയാണ്, എണ്ണ തരാമോ, ഞങ്ങളുടെ വിളക്ക് എന്താ പറയുക കെട്ട് പോവുകയാണ്. അത് നമുക്ക് കാണാൻ സാധിക്കും. ഒറ്റയടിക്കല്ല, ഒരു നിമിഷം കൊണ്ട് ഓൺ ദ സ്പോട്ടല്ല ആ വിളക്ക് അണയപ്പെടുന്നത്. ഒരു വ്യക്തി ക്രിസ്തുവിൽ നിന്നും അകന്നു വരുമ്പോൾ അത് അല്പമായി കെട്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് ബുദ്ധിയില്ലാത്തവർ, എന്നാൽ ബുദ്ധിയുള്ളവർ അവരോട് പറയുന്നു, നിങ്ങൾക്കും പോരെ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിനെന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരിക്കുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒരുങ്ങിയിരുന്നവർ, അതായത് അവർ ഉറങ്ങി, എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. പക്ഷെ ആ മയക്കം പിടിച്ച് ഉറങ്ങിയ ബുദ്ധിയുള്ളവർ ഒരുക്കമുള്ളവരായിരുന്നു. കാരണം അവർ ആ ശബ്ദം കേട്ടപ്പോൾ 10 പേരും എഴുന്നേറ്റു. മണവാളിന്റെ ശബ്ദം എല്ലാവരും കേട്ടു. പക്ഷേ തയ്യാറായിരുന്നത്
ഏത് സമയവും ഒരുക്കത്തോടെ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കത്തോടെ ഇരുന്നവരാണ് എഴുന്നേൽക്കുവാനിടയായി തീർന്നത്. ആ വാതിൽ എന്നേക്കുമായി അടയുവാൻ, കൃപയുടെ വാതിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവസരത്തിന്റെ വാതിൽ അടഞ്ഞു പോകുമ്പോൾ, അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം തുറന്നിരിക്കുന്ന അനേക വാതിലുകളുണ്ട്. വളരെ ബുദ്ധിയോടെ നാം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഇവിടെയാണെങ്കിലും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, അനേക ജീവിതങ്ങൾ യേശുവിനെ അറിയാത്ത അനേകരെ മധ്യത്തെ ഞങ്ങൾ സുവിശേഷം അറിയിക്കുമ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ മുന്നോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണുമ്പോൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ. എനിക്ക് വസ്ത്രമില്ലായിരുന്നു, നിങ്ങളെ വസ്ത്രം ധരിപ്പിച്ചു. ഈ അവസ്ഥയിലാണ് ഈ ഗുരുദാസ്പൂരിൽ അനേക മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, വസ്ത്രമില്ലാതെ, ഭക്ഷണമില്ലാതെ, കുടിപ്പാനൊന്നുമില്ലാതെ, ഷെൽട്ടർ ഇല്ലാതെ അവർ റോഡ് സൈഡുകളിൽ കിടന്നുറങ്ങുന്ന സഹോദരിമാർ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, കൊടും തണുപ്പിൽ മരിച്ചു പോകുന്ന ശവശരീരങ്ങൾ, മയക്കുമരുന്ന് അടിമപ്പെട്ട് മരിച്ചു പോകുന്നവർ, അവരെ കൈത്താങ്ങുവാൻ തക്കവണ്ണം, അവരെ കണ്ണുനീരൊപ്പുവാൻ. അവരൊരു മനുഷ്യരാണ്, അവർ മൃഗമല്ല. മൃഗത്തെക്കാളും നീചമായി ജനം അവരോട് ഇടപെടുന്ന അവസ്ഥകൾ പല പ്രാവശ്യം കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. മൃഗത്തോട് പോലും മനുഷ്യർ അപ്രകാരം ഇടപെടാറില്ല. അതുപോലെ നീചമായ രീതിയിൽ അവരോട് ഇടപെടുമ്പോൾ അവർക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ, അവർക്ക് വേണ്ടി നിൽക്കുവാൻ, അവരെ കരം പിടിച്ച് ആ സ്ട്രീറ്റിൽ നിന്നും, ഇന്ന് ഗുരുദാസ്പൂരിലെ എനിക്ക് തോന്നുന്നില്ല ഒരു സ്ട്രീറ്റിലും ഇങ്ങനെ കടന്നുറങ്ങുന്നവരില്ല. കാരണം അവരെല്ലാം തേടിപ്പിടിച്ച് അവരോട് സുവിശേഷം പറയുന്ന സുവിശേഷത്തിൻ്റെ ശക്തി അവർക്ക് കൊടുത്ത ഒരു നേരത്തെ ഭക്ഷണം, ആ ഭക്ഷണം അവർ ഇരുന്ന് വചനം കേൾക്കുവാനിടയെത്തുന്നു. ആ വചനം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി. അവർക്ക് കൊടുത്തൊരു പഴയ വസ്ത്രമാണ്. ഞങ്ങൾക്ക് തുടക്കത്തിൽ പുതുതായി ഒന്നും വാങ്ങിക്കൊടുക്കാൻ ഒന്നുമില്ലായിരുന്നു. ആരുടെയെങ്കിലും പഴയത് ഇന്നും ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങൾ സൂക്ഷിച്ചു കൊണ്ടുവന്ന് അവർ കൊടുക്കുവാനിടയെത്തിക്കും. അങ്ങനെ കൊടുത്തവർ സന്തോഷത്തോടെ, ആനന്ദത്തോടെ അത് എടുക്കുവാൻ, ആ വസ്ത്രങ്ങൾ അവർ സന്തോഷത്തോടെ ഉടുത്തുകൊണ്ട് അവർ സഭയിൽ കടന്നു വരുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, സത്യദൈവത്തെ അറിയുവാൻ, നമ്മുടെ പ്രവൃത്തിയിലൂടെ ക്രിസ്തുവിനെ അറിയുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ. ഒരുപക്ഷെ നാം വലിച്ചെറിഞ്ഞ് കളയുന്ന പലതും അനേകർക്ക് ആവശ്യമുള്ളതുണ്ട്. നമുക്ക് വേണ്ട, നമുക്ക് ഒരുപക്ഷെ എക്സ്ട്രാ ഫുഡായിരിക്കാം, നാം അതെടുത്തുകൊണ്ട് എക്സ്ട്രാ അല്ല, നമുക്കുള്ളത് ഞങ്ങൾക്ക് ഉള്ളതിൽ നിന്നാണ് കൊടുക്കുവാൻ തുടങ്ങിയത്. പല ഭവനങ്ങളിലും എക്സ്ട്രാ ഫുഡ് നമുക്ക് കളയുമ്പോൾ ഒരിക്കലും എക്സ്ട്രാ ഫുഡ് ഒരിക്കലും കളയാതെ ഇങ്ങനെയുള്ളവരെ തേടിപ്പിടിച്ച് അവർക്ക് കൊടുക്കാൻ, വിശപ്പ് മാറുന്നവർ കേൾക്കും, നാം പറയുന്ന വചനങ്ങൾ കേൾക്കുവാൻ ഇടയെത്തീരും. അതുപോലെ കൊടും തണുപ്പിൻ്റെ അവസ്ഥയിൽ, ഇപ്പോൾ ഇവിടെ വളരെ തണുപ്പുള്ള സമയമാണ്, ആ തണുപ്പിൻ്റെ അവസ്ഥയിൽ അവർ കൊടുക്കുന്ന ഒരു കമ്പിളി, അല്ലെങ്കിൽ ഒരു ക്വിൽറ്റ്, ഒരു റജായി, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നതായ നല്ല ഒരു ജാക്കറ്റ്, അല്ലെങ്കിൽ ഒരു സ്വെറ്റർ, അത് അവരെ കണ്ണുനീരൊപ്പുകയും അവർ ക്രിസ്തുവിൻ്റെ വചനം സുവിശേഷം കേൾക്കുകയും അവർ സഭയിൽ കടന്നു വന്ന് സ്ഥിരമായി ദൈവത്തെ ആരാധിക്കുകയും ആ വചനം അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്ത്, ഞാനിങ്ങനെ പറയാറുണ്ട്, ഞങ്ങളുടെ സഭയിൽ കടന്നു വരുന്നവരെല്ലാവരും മയക്കുമരുന്നിന് അടിമപ്പെട്ടവരും, മദ്യപാനത്തിന് അടിമപ്പെട്ടവരും, വേശ്യമാരുമായിരുന്നു. പക്ഷെ നമ്മുടെ പ്രവൃത്തിയിലൂടെ, വിശ്വാസം പ്രവൃത്തിയിലൂടെ, യാക്കോബിൻ്റെ ലേഖനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുവല്ലോ, മരിച്ച ഒരു വിശ്വാസമല്ല, മറിച്ച് പ്രവൃത്തിയിലൂടെ, ആ പ്രവൃത്തിയാണ് അവർ അശുദ്ധിയോടെ സഭയിൽ കടന്നു വന്നു. എന്നാൽ ശുദ്ധരായി തീരുവാൻ, ഭൂതങ്ങൾ വിട്ടകന്ന് അവർ ശുദ്ധരായി തീരുവാൻ, അശുദ്ധ ജീവിതത്തിൽ നിന്നും പാപത്തിൽ നിന്നും അവർ ശുദ്ധരായി തീരുവാൻ സഭ ഒന്നൊന്നായി ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കർത്താവ് ആ സഭയെ വളർത്തുവാൻ തക്കവണ്ണം ഞങ്ങളായിരിക്കുന്ന സഭയിൽ ഇന്ന് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി എല്ലാവരും പോരാടിക്കൊണ്ടിരിക്കുന്നു. ഈ ചേരി പ്രദേശങ്ങളിലൂടെ ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുന്ന ഇവരാണ് ഇന്ന് അവർ സാക്ഷ്യവുമായി നിൽക്കുന്നത്. ഇന്ന് ഇവരാണ് ആരാധന നടത്തുന്നത്, സഭയിൽ ആരാധന നടത്തുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളായി നടത്തിക്കൊണ്ടിരുന്നത് ഇവരിന്ന് സഭയിൽ ആരാധന നടത്തുന്നു. ഇന്ന് കുറച്ചായി ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ഹസ്ബൻഡും വചനം പറഞ്ഞുകൊണ്ടിരുന്നു, കുഞ്ഞുങ്ങളും വചനം പറയുമ്പോൾ നിന്ന് അവരും എഴുന്നേറ്റ് വചനം പറയത്തക്ക രീതിയിൽ, അവര് പഠിത്തമില്ല, അവർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്കൊരു കഴിവുകളില്ല, എന്നാൽ പരിശുദ്ധാത്മാവ് അവരെ കഴിവുകളുള്ളവരാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിനൊന്നും കഴിയാത്തതായിട്ടില്ല. നാം നമ്മെ സമർപ്പിച്ചാൽ നമ്മിലൂടെ ഒരു വലിയ കൂട്ടത്തെ ദൈവത്തിന് ഒരുക്കുവാനുണ്ട്. നാം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ ഒരു വലിയ കൂട്ടം, ഈ സുവിശേഷത്തിൻ്റെ ദീപശിഖ, നാം പിടിക്കുന്ന ദീപശിഖ മറ്റൊരു വ്യക്തിക്ക് പകർന്നു കൊടുക്കുവാനൊക്കെ വേണം. ഞാൻ 25-ാം അധ്യായം, മത്തായി സുവിശേഷം 25-ാം അധ്യായം ഹിന്ദിയിൽ വായിച്ചപ്പോൾ അവിടെ ദീപശിഖ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹിന്ദിയിൽ മശാല, അവിടെ എഴുതിയിരിക്കുന്നത് എന്താ പറയുക, വിളക്കല്ല, വിളക്കിന് പകരം എഴുതിയിരിക്കുന്നത് ദീപശിഖയാണ്. 10 കന്യകമാരെ കരത്തിലും ഇരുന്നത് ദീപശിഖയായിരുന്നു. അങ്ങനെയെങ്കിൽ ആ ദീപശിഖ, നമ്മുടെ കരത്തിലിരിക്കുന്ന ദീപശിഖ, അത് നമ്മൾ അതുകൊണ്ട്
കൂടുവാനാണ്. ദീപശിഖയുമായിട്ട് ഒരിടത്ത് ഇരിക്കുകയല്ല. ആ ദീപശിഖ നാം സുവിശേഷം ഒരു സ്ഥലത്ത് ഇരിക്കുകയല്ല, മറിച്ച് ദൈവം അയക്കുന്നിടത്ത് ഒരു ലക്ഷ്യത്തോടുള്ള ഓട്ടമാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഒരു വ്യക്തി ഈ ദീപശിഖ മറ്റൊരു വ്യക്തിക്ക് പകർന്നു കൊടുക്കുവാൻ, മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുവാൻ, ദീപം കത്തിപ്പിക്കുവാൻ, അനേകർക്ക് പ്രകാശം കൊടുക്കുവാൻ ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റാത്തിടത്ത് ഇവർ ചെല്ലാറുണ്ട്. കാരണം അനേക ചേരി പ്രദേശങ്ങൾ ഇന്ന് പുതിയ പുതിയ ചേരികൾ ക്രിസ്തുവിനെ അറിയുവാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നു. അനേക ക്രിസ്തുവിനെ അതിന് കാരണം ഇവരുമായി ബന്ധപ്പെട്ടവർ, ഈ ഭിക്ഷക്കാരുമായി ബന്ധപ്പെട്ടവർ, ഈ സഹോദരങ്ങളുമായിട്ട് പരിചയമുള്ളവർ, ഇവരുമായിട്ട് എന്താ പറയുക, പല വിധത്തിലുള്ള ഭൂതഗ്രസ്തർ, പല വിധത്തിലുള്ളവർ, അവരെല്ലാം ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിക്കൊണ്ട് ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. നാം തയ്യാറാകുന്നുവെങ്കിൽ, ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, എസ്തേറിന്റെ ജീവിതത്തിൽ സത്യത്തിന് വേണ്ടി എസ്തേർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മരിക്കുന്നുവെങ്കിൽ മരിക്കട്ടെ, മരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നശിച്ചു പോകട്ടെ എന്നാണ് എസ്തേർ പറഞ്ഞത്. കാരണം യഹൂദ ജനത്തിന് വേണ്ടി നിൽക്കുവാൻ, ജനത്തിന്റെ മരണത്തിൽ നിന്നും നിത്യമരണത്തിലായി, ഒരു ശാരീരിക മരണത്തിലായിരുന്ന യഹൂദ ജനത്തെ വിടുവിക്കുവാനാണ് എസ്തേർ 3 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. അങ്ങനെയെങ്കിൽ ആത്മീയമായി നിത്യമരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കൂട്ടത്തെ വീണ്ടെടുക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വലിയൊരു കൂട്ടം നിത്യമരണത്തിലേക്ക്, അങ്ങനെയെങ്കിൽ എസ്തേർ 3 ദിവസവും 3 രാവും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. എസ്തേറിനൂടെ അവിടെ മൊർദെഖായും യഹൂദജനവും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അവരെ ശാരീരിക മരണത്തിൽ നിന്നുള്ള വിടുതലിനായിരുന്നു. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളത് അനേകർ ആത്മീകമായി മരിച്ചുകൊണ്ടിരിക്കുന്ന അനേകരെ നേടുവാൻ, റീഖാന ബരഗതകല, അനേകർ യേശുവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം, അനേകർ ആത്മീക മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ഈ വചനം കേൾക്കുന്ന എത്ര പേർ ഉപവസിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? എസ്തേർ മൊർദെഖായും യഹൂദജനവും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഏതു വിധേനയും ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എങ്ങനെ നമ്മെ തന്നെ തയ്യാറാക്കും? കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഗോൾ ബ്ലാഡർ ഇല്ല, ഉപവസിക്കാൻ സാധ്യമല്ല മെഡിക്കൽ സയൻസിൻ പ്രകാരം. ഒത്തിരി നീണ്ട ദിവസം, പക്ഷെ നീണ്ട ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, മുട്ടുമടക്കുവാൻ പരിശുദ്ധാത്മാവ് സമയാസമയങ്ങളിൽ സഹായിക്കുവാൻ ഇടയായിത്തീർന്നു. അതിന് കാരണം അതിന് ഒരേ ഒരു കാരണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ആജ്ഞ അല്ലെങ്കിൽ ആ കൽപ്പന നാം ഏത് വിധേനയും അനുസരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മിലൂടെ വളരെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒരു വലിയ ഉണർവ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരു വലിയ ഉണർവാണ് ഇന്ന് ഭാരതത്തിൽ ഞങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥലത്തും. ഒരു ഉണർവിൻ്റെ കൊടുങ്കാറ്റാണ് ആനടിക്കുന്നത്. ഒരു ദൈവപ്രവൃത്തിയാണ്. അവിടെ ജനം ചലിക്കുവാൻ തുടങ്ങി. ജനം ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നും എഴുന്നേൽക്കുവാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി ഇങ്ങനെ കംഫോർട്ട് സോണിൽ ഇരിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നമ്മുടെ കംഫോർട്ട് സോണുകൾ വിട്ട് നാം പുറത്തിറങ്ങുവാൻ തക്കവണ്ണം നാം യഥാർത്ഥമായി ക്രിസ്തുവിന് വേണ്ടി ആ ദീപശിഖ, നമ്മുടെ കയ്യിലിരിക്കുന്ന 10 കന്യകമാരുടെ കയ്യിലും കത്തിക്കൊണ്ടിരുന്ന ദീപശിഖ, ആ ദീപശിഖമായി നാം ഓടുകയാണ്. ഓടുന്നവർ ഇരിക്കുകയല്ല. നാം ഓരോ സ്ഥലങ്ങൾ വിട്ട് നാം ഓടുകയാണ്. ദൈവം നമ്മെ അയക്കുന്നിടത്ത് ലക്ഷ്യബോധത്തോടെ നാം ഓടുന്നുവെങ്കിൽ അനേകർ ക്രിസ്തുവിലേക്ക് വരുവാൻ ഇടയെത്തീരും. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, പല സ്ഥലങ്ങളിൽ 40 ദിവസം ഞങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ശേഷം ദൈവം കാണിച്ച ദർശനപ്രകാരം അയച്ച സ്ഥലങ്ങളിലെല്ലാം വലിയൊരു ഉണർവാണ്. ഇന്ന് ജനം അവിടെ ഉണർന്ന് പ്രാർത്ഥനയ്ക്കായി ഓൾ നൈറ്റ് പ്രയറുകൾ, അതുപോലെ അവരുടെ പ്രാർത്ഥന ജീവിതം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാട്ടുമനുഷ്യർ ദൈവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അനേകർ അക്രൈസ്തവർ യേശുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അനേക ആദിവാസികൾ കൂട്ടം കർത്താവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അനേക മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമപ്പെട്ടവർ നമ്മുടെ മുൻപിൽ വന്നു നിൽക്കുന്നു. കാരണം വളരെ വയലൻ്റ് ആയിട്ടുള്ള, നമുക്കറിയാം, വളരെയധികം അക്രമാസക്തരായിരിക്കുന്ന ഒരു വലിയ കൂട്ടം വെറും കുട്ടിയെ പോലെ അല്ലെങ്കിൽ കുഞ്ഞാടുകളെ പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവർക്ക് നമ്മളെ ഉപദ്രവിക്കാം, നമ്മളെ വളരെയധികം ഉപദ്രവിക്കാം. നമ്മുടെ സഭയിലാണെങ്കിലും കടന്നു വരുന്നവർ ഈ മയക്കുമരുന്ന് അടിപ്പെട്ട വളരെ അക്രമസക്തരായിരുന്നു. അതുപോലെ അവർ വളരെ കള്ളന്മാർ, കൊള്ളക്കാർ, ഇതുപോലെ വളരെ കൊള്ളരുതാത്തവർ, വളരെ വൃത്തിഹീനർ, അല്ലെങ്കിൽ എല്ലാ നിലവാരത്തിലും പാപത്തിലും അല്ലാതെയും വൃത്തിഹീനരായിരുന്നു. എന്നാൽ വളരെ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത്, ഇന്ന് വിശ്വസ്തതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ക്രിസ്തുവിന് സാക്ഷികളായി നിൽക്കുവാൻ, അവർ ഏതു വിധേനയും ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അവർ ജീവിക്കുന്നത് ഈ മണ്ണിന് വേണ്ടിയല്ല, ഈ ലോകത്തിന് വേണ്ടിയല്ല, അവർ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി എന്നുള്ള ബോധ്യത്തോടെ അവർ ജീവിക്കുന്നു. അവർ ഓരോ സ്റ്റെപ്പും അവർ ചെയ്യുന്നത് ഒരു ഉത്തരവാദിത്ത ബോധത്തോടെ, ആത്മീകമായി. അവരെ കണ്ണുകൾ ഈ ഭൂമിയിലേക്കല്ല, മറിച്ച് സ്വർഗത്തിലേക്ക് നട്ടുകൊണ്ട് ആ സ്വർഗീയ പിതാവിൻ്റെ സ്വപ്നം
സ്വപ്നം ഹിതം ഈ ഭൂമിയിൽ നിവർത്തീകരിക്കുവാൻ തക്കവണ്ണം തങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചില താലന്തുകളുണ്ട്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന 5 ഉണ്ട്, 4 ഉണ്ട്, 2 ഉണ്ട്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതുണ്ട്. ഞാനിത് സംസാരിക്കുമ്പോൾ 90% കാഴ്ചശക്തി എനിക്കില്ല. എൻ്റെ കാഴ്ചശക്തി എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ക്യാൻസർ വന്ന് എൻ്റെ ഒരു പ്രാവശ്യം 75%, പിന്നെ 90%. പക്ഷെ ഞാൻ നല്ലതായി നിങ്ങളുടെ മുമ്പിൽ ബൈബിൾ വായിച്ചത് എൻ്റെ കയ്യിലുള്ള ഐപാഡ് ഞാൻ വളരെ വലുതാക്കി അത് വായിക്കുവാനായിട്ട് വളരെ ആഗ്രഹിച്ചൊരു കാര്യമാണ്. അനേക വർഷങ്ങൾ മാർക്കർ പെന്നുകൊണ്ടെല്ലാം അനേക ബുക്കുകളിൽ വലുതായിട്ട് എഴുതിയാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് ഈ ടാബ്ലറ്റ് എൻ്റെ കയ്യിൽ വന്നത്. അതുകൊണ്ട് എനിക്ക് സൂം ചെയ്തത് വായിക്കുവാൻ ഇന്ന് എൻ്റെ ഒരു ത്രില്ലാണ്. ഞാൻ എല്ലാ ദിവസവും 3 മണിക്കൂറുകൾ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പല ഭാഷകളിൽ എനിക്കറിയുന്ന 2-3 ഭാഷകളിൽ ഞാൻ വചനം എല്ലാ ദിവസവും വചനം കേൾക്കാത്തടത്ത് അറിയാത്തവർ, അല്ലെങ്കിൽ ഈ വചനത്തെ യഥാർത്ഥമായിട്ടും യേശു ക്രിസ്തുവിനെ അറിയാത്തവർ, അതുപോലെ മീൻസ് നമ്മുടെ ഇല്ലിറ്ററേറ്റ് ആയിരിക്കുന്ന, പഠിത്തമില്ലാത്ത, വായിക്കുവാൻ അറിയാത്ത നമ്മുടെ ഈ സ്ലമ്മുകളുടെ ആളുകളുടെ ഇടയിൽ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അനേകരെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കെല്ലാം പലതും ചെയ്യുവാൻ സാധിക്കും. പലപ്പോഴും നാം നമ്മുടെ സാഹചര്യങ്ങൾ നോക്കും. നാം നമ്മുടെ കഴിവില്ലായ്മ അല്ലെങ്കിൽ അർഹത, എങ്ങനെയാണ് നമ്മുടെ സാഹചര്യം ഇല്ല, നാം തയ്യാറെങ്കിൽ പരിശുദ്ധാത്മ നമ്മെ ഉപയോഗിക്കുവാൻ തയ്യാറാണ്. എന്തുകൊണ്ടാണ് എൻ്റെ ഈ വിഷയം പറഞ്ഞത്? കാരണം ഒരു കഴിവുകളുമില്ല. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എന്നെക്കാളും അധികം കഴിവുകളുണ്ട്, കാഴ്ചശക്തിയുണ്ട്, കഴിവുകളുണ്ട്. പക്ഷേ നാം ദൈവസന്നിധി മുട്ടുമടക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്നുവെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്നത് ആ ബൈബിളിൻ്റെ കൾച്ചറിന് മാറ്റം വന്നിട്ടില്ല, ബൈബിളിൻ്റെ വചനത്തിന് മാറ്റം വന്നിട്ടില്ല. ലോകം മാറും, തലമുറകൾ മാറി വരും, എന്നാൽ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറാത്തതാണ്. കാരണം നമുക്കറിയാം, എസ്തേറിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ അവിടെ ഒരു കൽപ്പന, അവിടെ നിയമം പുറപ്പെട്ടാൽ അത് ഒരിക്കലും മാറ്റം വരാത്ത കൽപ്പനയാണ്. അത് അഹശ്വേരോശ് രാജാവ് പുറപ്പെടുവിച്ച ആ കൽപ്പന പിന്നെ മാറ്റുവാൻ സാധ്യമല്ല. അങ്ങനെയെങ്കിലും ഒരു മനുഷ്യനായ വ്യക്തിയെ താൻ പറയുന്ന കൽപ്പനയ്ക്ക് മാറ്റം വരുത്തുവാൻ സാധ്യമല്ലാതെ വേണം അവിടെ ഒരു സീലതിൽ, അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചറിങ്, അവിടെ ഒരു സീൽ അവിടെ പതിയപ്പെട്ടു, മോതിരം അത് അവിടെ പതിയപ്പെട്ടെങ്കിൽ, അതിന് മാറ്റമില്ല എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം, പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്യപ്പെട്ട ഈ വചനം, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ഈ വചനം, ഈ കൽപ്പനകൾക്ക് ഒരിക്കലും മാറ്റമില്ല. കാരണം രാജാതിരാജവും കർത്താവുമായ ദൈവം പറഞ്ഞ വചനങ്ങൾ ഒരിക്കലും, ദൈവത്തിന് മുഖപക്ഷമില്ല, പക്ഷഭേദമില്ല. ദൈവം എന്ത് സംസാരിക്കുന്നുവോ അത് അതുപോലെ ദൈവം നിവർത്തീകരിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മെ വിളിച്ചുവെങ്കിൽ, നാം താഴുന്നുവെങ്കിൽ, ദൈവസന്നിധിയിൽ ഉപയോഗപ്പെടുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ, നാം ശുദ്ധമുള്ള പാത്രമായി, നല്ല പാത്രമായി ദൈവകരത്തിൽ നമ്മെ ഏൽപ്പിക്കുന്നുവെങ്കിൽ, പിറുപിറുപ്പ് കൂടാതെ നമ്മുടെ കഷ്ടതയുടെ തീച്ചുളയിൽ നമ്മുടെ കണ്ണുനീർ ധാരധാരയെ ഒഴുകട്ടെ. എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കണ്ണുനീർ ധാരധാരയെ ഒഴുകട്ടെ. ദൈവത്തിന് നമുക്ക് നന്ദി കരയറ്റിക്കൊണ്ട്, ദൈവത്തിന് സ്തുതി കരയറ്റിക്കൊണ്ട്, യോസെഫിന്റെ ജീവിതത്തിൽ വന്ന ആ വലിയ കഷ്ടതയുടെ തീച്ചുളകൾ അത് അവനിലൂടെ ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ ന്യായം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ, ലോകത്തിന് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ, സത്യദൈവമാരെന്ന് കാണിച്ചു കൊടുക്കുവാൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് കഷ്ടതയുടെ തീച്ചുളകൾ. ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, ദാനിയേലിൻ്റെ പുസ്തകത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദാനിയേലിൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ശദ്രക്ക് മേശയ്ക്ക് അബേദ്നെഗോവിൻ്റെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ വന്ന കഠിന കഷ്ടതയെ തീച്ചു. യേശുവിനെ അറിഞ്ഞു, യേശുവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചു, കൽപ്പനകളെ മുറുകെ പിടിച്ചിട്ട് വന്നത് തീച്ചൂളയുടെ അനുഭവമാണ്. പക്ഷെ ആ തീച്ചൂളയെ ദൈവത്തിന്റെ വചനത്തെ പ്രകാരം കാണാൻ സാധിക്കുന്നു, സ്വന്തം തൻ്റെ ജനത്തിന് ആ തീ, ദൈവം ഇറങ്ങി വന്ന തീ ഒരു സുരക്ഷിതത്വം കൊടുത്തുവെങ്കിൽ, സ്വന്തം ജനമായിരിക്കുന്ന ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന്റെ മുടി പോലും കത്തിച്ചാമ്പലാകുവാൻ ഇടയായി തീരാതെ, അവരുടെ മുടി പോലും ഒരു മണം പോലും വരുവാൻ ഇടയാകാതെ, കത്തിയ മണം പോലും വരുവാൻ ഇടയാകാതെ വേണം അവരെ ദൈവം സൂക്ഷിച്ചുവെങ്കിൽ, ആ തീ ശത്രുവിനെ, ദുഷ്ടനെ തകർത്തു കളയാൻ ഇടയിൽ തീർന്നു. നമ്മുടെ ചുറ്റും തീമതിലായിരിക്കുന്ന, യെരൂശലേമിന് ചുറ്റും മതിലില്ല, പക്ഷെ തീമതിലായിരിക്കും, നമുക്ക് ചുറ്റും തീമതിലായിരിക്കുന്ന ദൈവമുണ്ട്. യേശുവിന്റെ രക്തത്തിന്റെ കോട്ടയുണ്ട്. നാം യേശുവിന്റെ രക്തക്കോട്ടയിൽ ആശ്രയിച്ച് ആ പരിശുദ്ധാത്മാവിന്റെ തീമതിലിനുള്ളിൽ നമ്മെ പൊതിഞ്ഞ് സൂക്ഷിച്ച്, നമ്മുടെ കുടുംബങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിച്ച്, നമുക്കുള്ളതിനെ സൂക്ഷിച്ച്, ആ ദൈവം ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിന് വേണ്ടി ധൈര്യത്തോടെ നാം സ്റ്റെപ്പ് എടുത്തു വെക്കുന്നുവെങ്കിൽ നമുക്ക് കഴിയാത്തതായി ഒന്നുമില്ല. ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ, നമ്മുടെ ശ്വാസം അവസാനിക്കുന്നതിന് മുമ്പ്, നമ്മുടെ
അവസാന ശ്വാസം, നമ്മുടെ കണ്ണ് അവസാനമായി ഈ ലോകത്തെ കാണുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ ആ നിത്യതയിൽ തുറക്കപ്പെടുന്ന നമ്മുടെ ആ ശ്വാസം നിത്യതയിൽ ഇവിടെ അവസാനിക്കുന്ന ശ്വാസം നിത്യതയിൽ നാം ശ്വസിക്കുവാൻ ഇടയാകുന്ന ആ സമയത്ത് രഗതകല നമ്മുടെ കരത്തിൽ ദൈവം ഏൽപ്പിച്ച താലന്ത് നാം വിനിയോഗിച്ചു. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദൈവത്തിന്റെ വചനത്തെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. സ്വർഗത്തിൽ കേൾക്കുന്ന ഒരേ ഒരു ശബ്ദം വിശ്വസ്തത എന്നുള്ളതാണ്. നാം നമ്മുടെ വിശുദ്ധിയിൽ വിശ്വസ്തരായിരിക്കാൻ, നാം നമ്മുടെ സത്യസന്ധതയിൽ വിശ്വസ്തരായിരിക്കാൻ, നാം നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കാൻ, നാം ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകളിൽ വിശ്വസ്തരായിരിക്കാൻ, ദൈവം നമ്മെ നടത്തുന്ന ഓരോ കാര്യങ്ങളിലും നാം തികഞ്ഞ വിശ്വസ്തരായിരിക്കാൻ തക്കവണ്ണം വിശ്വസ്തത എന്നുള്ളൊരു കാര്യമാണ് സ്വർഗത്തിൽ കേൾക്കുന്ന ഒരേ ഒരു ശബ്ദം. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് നൽകുന്ന ഈ ആയുസ്, ദൈവം നമ്മോട് ചോദിക്കുന്നതായ ഓരോ ദിവസത്തിന്റെ കണക്കുകൾ, കാരണം ബെൽശസ്സറിനോട് ദൈവം ചോദിക്കുന്ന വിരലുകൾ ആ ഭിത്തിയിൽ എഴുതപ്പെട്ടപ്പോൾ, സത്തുറാൻ അവിടെ എഴുതപ്പെട്ടപ്പോൾ കാണാൻ സാധിക്കുന്നു. അവനോട് ചോദിക്കുന്നു, നീ അത് കുറവുള്ളതായി കണ്ടു. ആ ബെൽശസ്സറിന്റെ ജീവിതത്തിൽ കുറവുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടത് ഈ ലോകത്തിലെ ആരോടുമല്ല, മറിച്ച് നാം കണക്ക് ബോധിപ്പിക്കേണ്ടുന്ന ആ ദിനം യേശു ക്രിസ്തുവിനോടാണ്. ദൈവം നൽകിയ വചനം, സ്വർഗ്ഗ പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ അയച്ച്, ആ കാര്യസ്ഥനെ അയച്ച്, ആ സഹായകനെ അയച്ച്, ആ ഹെൽപ്പറെ അയച്ച് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അനേക കാര്യങ്ങളും നമ്മൾ സംസാരിച്ച ആ വചനങ്ങൾ ഓരോ നിമിഷവും നമ്മൾ പറയുന്ന അതുപോലെ നാം അനുസരിക്കുന്നുവെങ്കിൽ, അതുപോലെ ഏറ്റെടുക്കുന്നുവെങ്കിൽ, കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെങ്കിൽ, കാരണം നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടുന്ന ദിനം വരും. മത്തായി സുവിശേഷം കാണുന്ന നമ്മുടെ ഒരു വാക്കിനും നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുപോലെ വെളിപ്പാട് പുസ്തകം കാണുന്ന നമ്മുടെ മരണശേഷം നമ്മെ പിന്തുടരുന്നത് നമ്മുടെ പ്രവൃത്തികൾ മാത്രമാണ്. നാം ഉണ്ടാക്കി വെച്ചതോ അല്ലെങ്കിൽ നാം മറ്റ് ഒരു കാര്യവും നാം ഒന്നും തന്നെ നമ്മുടെ പ്രവൃത്തിയാണ്. നാം എന്താണ് പ്രവർത്തിച്ചത്? ദൈവരാജ്യത്തിന് വേണ്ടി നാം പ്രവർത്തിച്ചത് എന്താണ്? ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിച്ചത് എന്താണ്? ദൈവരാജ്യത്തിന്റെ അകത്ത് നമ്മുടെ പ്രവൃത്തികൾ നമ്മെ പിന്തുടരുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ ഓരോ നിമിഷവും എങ്ങനെയുള്ളതാണ്? നാം എന്താണ് പ്രവർത്തിക്കുന്നത്? ഈ നൽകിയ ആയുസ്സിൽ നാം ഭക്ഷണം കഴിച്ചും കുടിച്ചും ആസ്വദിച്ചും നാം ഉറങ്ങിയും എഴുന്നേറ്റും നിത്യചര്യ സ്ഥിരമായി അതുപോലെ ചെയ്യുവാനല്ല പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 1:8 പറയുന്ന, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് യെരൂശലേമിൽ, യഹൂദയിൽ, ശമര്യയിൽ, ഭൂമിയിൽ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നുള്ള ആ കാര്യസ്ഥൻ നമ്മുടെ മേൽ വന്നത് ആ 4-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തി കാണുന്നു, വചനം പ്രസംഗിക്കുവാനാണ്. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നൽകിയിരിക്കുന്നത് അവൻ നമ്മെ ശക്തീകരിച്ച വചനവുമായി എഴുന്നേൽക്കുവാൻ, വചനവുമായി നിൽക്കും, നമ്മുടെ സാക്ഷ്യവുമായി നിൽക്കുവാൻ, അനേകരോട് പറയുവാൻ. ഒരു പക്ഷേ ഒരു സ്റ്റേജ് നമുക്ക് കിട്ടിയെന്ന് വരികയില്ല, ഒരു കൂട്ടം നമ്മുടെ മുൻപിൽ ഉണ്ടാകുന്ന വരെ, പക്ഷെ ഒരു വ്യക്തിയോട് യേശു കാണിച്ച ഏറ്റവും നല്ല മാതൃകയാണ് പേഴ്സണൽ ഇവാഞ്ചലിസം. വ്യക്തിപരമായി സുവിശേഷം പറഞ്ഞു. നമുക്ക് വ്യക്തിപരമായി കാണാൻ സാധിക്കുന്ന ആ ശമര്യക്കാരിയായ സ്ത്രീയോട് യേശു സുവിശേഷം പറഞ്ഞു. ജീവജല നദിയാകുന്ന യേശുവിടെ മുൻപിൽ നിന്നു വചനം പറഞ്ഞു. വേശ്യയായ അവളുടെ ജീവിതത്തിലെ ആ അശുദ്ധി ജീവജല നദിയാകുന്ന യേശു കഴുകിക്കളയുവാൻ ഇടയെ തീർന്നു. റിബാനഗഹത്തൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ആ സ്ത്രീയിലൂടെ ഒഴുകിയ ജീവജല നദി ആ ശമര്യ പട്ടണത്തെ മുഴുവനും ക്രിസ്തുവിന്റെ അടുത്തേക്ക് വചനം പഠിപ്പിക്കുവാൻ കൊണ്ടുവന്നു. 2 ദിവസം അവിടെ താമസിച്ച് യേശു വചനം പഠിപ്പിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ ഇന്നിവിടെ ഈ ചേരി പ്രദേശങ്ങളിൽ അവർക്ക് വചനം പഠിപ്പിക്കുവാനായിട്ട് വലിയ കഴിവുകൾ, എന്നാൽ അവരെ വിടിവിച്ച ദൈവം അവരെ അന്യഭവങ്ങൾ പറയുവാൻ, അവരെ ആസ്വദിക്കുന്ന ആ ക്രിസ്തീയ സന്തോഷം പറയാൻ കഴിയും. അവർ സഭയിലേക്ക് ജനത്തെ കൊണ്ടുവരുമ്പോൾ, നമ്മുടെ അടുക്കിലേക്ക് ജനത്തെ കൊണ്ടുവരുമ്പോൾ റിബാനക ഹത്തനാരക പരിശുദ്ധാത്മാവ് ചെയ്യുവാനുള്ള അനേക കാര്യങ്ങളുണ്ട്. നാം എല്ലാവരും ഉത്തേജിക്കപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധമ്മയെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ അന്ത്യനാളുകളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദീപശിഖ അണഞ്ഞു പോകാതെ, നമ്മിലുള്ള എണ്ണ കെട്ടുപോകാതെ, നമ്മിലുള്ള വിളക്ക് കെട്ടുപോകാതെ, അത് കുറച്ചു കെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധിയില്ലാത്ത പറഞ്ഞതാണ്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ വിളക്ക് മങ്ങിക്കൊണ്ടിരിക്കാതെ അത് പ്രകാശിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഭവനത്തിന്റെ അകത്ത്, നമ്മുടെ തലമുറകളുടെ മധ്യത്തിൽ, നാമായിരിക്കുന്ന സമൂഹത്തിൽ അത് കത്തിജ്വലിക്കുവാൻ ഞങ്ങൾ കടന്നുപോകുന്ന ആശുപത്രികളിലുണ്ട്. ആശുപത്രി ഞങ്ങൾ കടന്നു പോകുമ്പോൾ കാരണം സ്വാതന്ത്ര്യത്തോടെ സുവിശേഷം പറയുവാൻ കഴിയുന്ന ഒരിടം ഇവിടെയുള്ളത് ആശുപത്രിയാണ്. അങ്ങനെയുള്ളിടത്ത് പ്രാർത്ഥിക്കുവാൻ കടന്നു പോകും. പല സ്വാതന്ത്ര്യങ്ങളും ഇവിടെ നഷ്ടപ്പെട്ടു പോയി. ആ സ്ഥാനത്ത് അവിടെ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന വിടുതലുകൾ, അതുപോലെ അവരോട് സുവിശേഷം പറയാൻ, മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്ന കണ്ട് വിളിക്കുവാൻ, യേശുവിനെ കുറിച്ച് പറയുവാൻ വളരെ സ്വാതന്ത്ര്യമല്ലെങ്കിലും ഒരല്പമായ സ്വാതന്ത്ര്യത്തിൽ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ 24 മണിക്കൂർ ഓരോ
നിമിഷവും നാം കണക്ക് ബോധിപ്പിക്കണമെങ്കിൽ നാം ഓരോ നിമിഷവും എന്താണ് ചെയ്യുന്നത്. ഞാൻ ദൈവന്മാർ എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ട്, നമ്മുടെ ടൈമുകൾ ക്വാണ്ടിറ്റി ടൈമല്ല ക്വാളിറ്റി ടൈം ആയിരിക്കാണ്ടൊക്കെ വേണം. നാം എന്താ പറയുക, ക്വാണ്ടിറ്റി അല്ല, അളവല്ല, മറിച്ച് അത് വളരെ ഗുണമുള്ളതായി എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് ജീവിക്കുന്നത്, നമ്മുടെ ലൈഫ് എങ്ങനെയാണ്, അത് നാം വളരെയധികം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ, നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയിലൂടെ നാം കടന്നു പോകുമ്പോൾ അത് അധികം വിലയേറുന്നത്, ദൈവസന്നിധി വിലയേറുന്നതാണ്, അത് വളരെയധികം വിലയുള്ളതാണ്. അത് സ്വർണത്തെക്കാളും ഉത്തമമായ പൊന്നിനേക്കാളും വിലയുള്ളതാകിയാൽ നാം ഒരിക്കലും ഈ ലോകത്ത് നമുക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു യേശു പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നാം കഷ്ടതയുടെ തീച്ചുള്ളിൽ കൂടി കടന്നു പോകുമ്പോൾ, വേദനയുള്ളിൽ കടന്നു പോകുമ്പോൾ നമുക്ക് ഒന്നേയുള്ളൂ, ക്രിസ്തുവിൻ്റെ സാക്ഷിയാകണം, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം, ക്രിസ്തു പറഞ്ഞ കൽപ്പനകൾ അതുപോലെ അനുസരിക്കണം. ക്രിസ്തുവിന് വേണ്ടി യേശു ഈ ഭൂമിയിൽ കടന്നു വന്നത്, ഞാൻ പറഞ്ഞല്ലോ, വസ്തിയുടെ സ്ഥാനം എസ്തേറിന് റീപ്ലേസ് ചെയ്യപ്പെട്ടു. അതേ രാജ്ഞിയുടെ അതേ വസ്ത്രമാണ് രണ്ടുപേർക്കുമുള്ളത്. പക്ഷേ ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുവാനിടയായിരുന്നു. ഒരാൾക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു ബുദ്ധിഹീനത കൊണ്ട്, മറ്റൊരു വ്യക്തിക്ക് സ്ഥാനം ലഭിച്ചു ബുദ്ധിയുള്ളവളായി ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നു, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നു. യേശു കടന്നു വന്നത് തൻ്റെ ജീവിതം റീപ്ലേസ് ചെയ്യുവാൻ, നാം പാപികളായിരുന്നു നമ്മെ രക്ഷിക്കുവാൻ, നമുക്ക് വേണ്ടി റീപ്ലേസ്, നമുക്ക് വേണ്ടി തകരപ്പെടുവാൻ, നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി മരിക്കുവാൻ, നാം നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി നിന്ദിക്കപ്പെടുവാൻ, നാം അപമാനിക്കപ്പെട്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി അപമാനിക്കപ്പെട്ടു. യേശു ഈ ലോകത്തെ സകല ജനത്തിനു വേണ്ടി തൻ്റെ ജീവിതം റീപ്ലേസ് ചെയ്തു. നമുക്ക് വേണ്ടി അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ യേശുവിന് വേണ്ടി, ആ യേശു പറയുകയാണ്, എൻ്റെ അംബാസഡറായി, എൻ്റെ സ്ഥാനാപതികളായി നിൽക്കുവാൻ ആർ ഇന്ന് തങ്ങളെ തന്നെ സമർപ്പിക്കും, ആർ യേശുവിന് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ കൊടുക്കും. ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി, അന്ത്യകാല സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി, അന്ത്യകാല ഉണർവിന് വേണ്ടി ആർ തങ്ങളെ തന്നെ ഏൽപ്പിക്കും. നാമായിരിക്കുന്ന സമൂഹത്തിൽ, നാമായിരിക്കുന്ന സ്ഥലത്ത്, നാമായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ തീജ്വാലയെ തിരുവാൻ ആർ തങ്ങളെ തന്നെ സമർപ്പിക്കും. നാം നമ്മെ സമർപ്പിക്കും. നാമായിരിക്കുന്ന ഇടങ്ങളിൽ മാത്രമല്ല, ഭൂമിയുടെ അറുതി വരെയും നമ്മെ ഉപയോഗിക്കുവാൻ, ദൈവത്തിൻ്റെ സാക്ഷികളാക്കി തീർക്കുവാൻ ദൈവത്തിന് പദ്ധതികളുണ്ട്. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, അവൻ നമുക്ക് ഏൽപ്പിച്ച് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് നാം വെറും ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുവാനല്ല, മറിച്ച് വചനം പറയുവാൻ, അതുപോലെ കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ, അവന് വേണ്ടി നല്ല യുദ്ധസേവ ചെയ്യുവാൻ തക്കവണ്ണം നാം ചിന്തിക്കും. എങ്ങനെ പോകുമെന്ന് ചിന്തിക്കുമ്പോൾ ദൈവവചനം പറയുകയാണ്, ദൈവത്തിൻ്റെ നമ്മെ അയക്കുന്ന അനേക ഇടങ്ങളുണ്ട്. റീഖാനബ രഗതകല, അരബന രഗതകല, നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കാം. റീബാന സത്തുറാനക രഗതകല, ജനബല റീബന രഗതകല, അരബന രഗതകല, ജീതര രഗതകല, കർത്താവേ റീബാന സത്തുറാനക രഗതകല, അരബന രഗതകല, ഹംദനാരക, നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കാം. ദൈവത്തിന് വേണ്ടി കർത്താവെ ഹാലിലെ പ്രയോജനപ്പെടുന്ന ഏൽപ്പിക്കാം. ഓ റീബാനക ഹത്തന രഗതകല, ജനബല രഗതകല, പവിത്ര പവിത്ര परमेश्वर यीशु मसीह जी, हम आपको दिल से धन्यवाद देना चाहते प्रभु जी, इस सुंदर समय के लिए परमेश्वर, पाकिस्तान बॉर्डर से परमेश्वर के वचन को सुनाने के लिए परमेश्वर, हालेलुया हालेलुया परमेश्वर, आपने परमेश्वर दिया हुआ अवसर के लिए परमेश्वर धन्यवाद देते. परमेश्वर डालस प्रेयर लाइन के लिए धन्यवाद देते प्रभु जी. परमेश्वर के भक्त दास के लिए परमेश्वर, उनके परिवारों के लिए परमेश्वर, दासी दासों के लिए परमेश्वर, हालेलुया, इधर उपस्थित हर एक जीवन के लिए धन्यवाद परमेश्वर यीशु मसीह, हालेलुया. हमको परमेश्वर हर एक बात को हिसाब देने का दिन आएंगे परमेश्वर. हमारे प्रार्थना परमेश्वर यीशु मसीह, जब परमेश्वर के सामने खड़े होने का दिन परमेश्वर, हम भय भक्ति के साथ आज परमेश्वर हमारे जिंदगी दुनिया में बीतने के लिए परमेश्वर, हाले परमेश्वर दिया हुआ हर एक आज्ञा को पालन करके परमेश्वर यीशु मसीह, आपने दिया हुआ हर एक परमेश्वर, हालेलुया, आज्ञा परमेश्वर पूरा तरीके से मानकर चलने के लिए हम हर एक जीवन में आशीष दीजिए परमेश्वर, क्योंकि हमारे स्थान को खट्टा कर दूसरे को परमेश्वर देने के लिए परमेश्वर का सामर्थ्य है, शक्ति है. इसी कारण हमारे प्रार्थना परमेश्वर, हालेलुया, हमको दिया हुआ ओ परमेश्वर, हालेलुया, अवसर हम परमेश्वर, हालेलुया, ओ उपयोगित करने के लिए हम हर एक जीवन में आशीष दीजिए. पिता पुत्र पवित्र आत्मा के नाम पर परमेश्वर, पास्टर जोसेफ के लिए धन्यवाद, और परमेश्वर उनके टीम के लिए धन्यवाद परमेश्वर, हालेलुया, संदेश सिस्टर के लिए, हर एक परमेश्वर आपके भक्त दास दासी लोगों के लिए, बच्चे लोगों की उधर उपस्थित एक एक जीवन को यीशु के नाम पर आशीष देते हैं. पवित्र आत्मा हर एक को चलाइए. पिता पुत्र पवित्र आत्मा के नाम पर आशीष देकर प्रार्थना हमारी उद्धार करते यीशु मसीह के पवित्र नाम से, आमीन आमीन.